ഹായ് ഓൾ ചാറ്റ് വിത്ത് TSPയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മീതു. ഇന്ന് നമുക്കൊരു സൂപ്പർ മൺഡേ ആയിരുന്നു. അങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഒരു പുതിയ എൻട്രി മെത്തേഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വർക്ക്ഷോപ്പ് കഴിഞ്ഞ മെമ്പേഴ്സിനായിരുന്നു ആ ഒരു എൻട്രി മെത്തേഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈഗിൾ എൻട്രി മെത്തേഡ് എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തവരടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്ഡേറ്റ്സ് വരുമ്പോൾ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എൻട്രി മെത്തേഡ് നമ്മൾ ടെസ്റ്റിംഗ് ആയിരുന്നു കുറച്ച് നാളായിട്ട്. അപ്പോൾ ഇന്നലെയാണ് ഈഗിൾ എൻട്രി മെത്തേഡ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അവർക്ക് കൊടുത്തിട്ടാണ് നമ്മളത് ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ എൻട്രി മെത്തേഡ്സിൽ ഇന്ന് ഒരുപാട് എൻട്രീസ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെമ്പേഴ്സും ഒരുപാട് പേര് ആ ഒരു എൻട്രി മെത്തേഡിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ അവർ ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. ഇന്നൊരു 8 എൻട്രീസ് നമുക്ക് എടുക്കാൻ പറ്റി. അതിൽ 4 ബാങ്ക് നിഫ്റ്റിയിലും 4 നിഫ്റ്റിയിലുമായിരുന്നു. ആഫ്റ്റർനൂൺ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് ക്യാച്ച് ചെയ്തില്ല, നമുക്ക് കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ രാവിലെ ആയിരുന്നു ആ ഒരു എൻട്രീസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻട്രി എവിടെയായിരുന്നു, നാളത്തെ ഇമ്പോർട്ടൻറ്റ് സോൺ എവിടെയൊക്കെയാണെന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോകാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇതായിരുന്നു നമ്മുടെ എൻട്രീസ്. ആദ്യം ബാങ്ക് നിഫ്റ്റിയിൽ രാവിലെ തന്നെ ഒരു ബൈയിങ് മൊമെൻറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബൈയിങ് മൊമെൻറ്റം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. ബാങ്ക് നിഫ്റ്റി മുന്നേ ഉണ്ടാക്കിയ ഒരു സ്വിങ്ങിനെ സ്വീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ലിക്വിഡിറ്റി എടുത്തു. അതിനുശേഷം ഈ ഒരു ബൈയിങ് പ്രഷർ കാണിച്ചപ്പോൾ നമ്മൾ എൻട്രി എടുത്തു, അപ്സൈഡ് എൻട്രി. നല്ല പോയിന്റും കളക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ എൻട്രീസൊക്കെ നമ്മുടെ മെമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിക്കാം വാട്സപ്പിൽ. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക്ഷോപ്പ് മെമ്പേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്, നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തവരുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവർ നല്ല എൻട്രീസ്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഈഗിൾ എൻട്രി മെത്തേഡിൽ വന്ന എൻട്രീസൊക്കെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഒരുപാട് എൻട്രീസ് നിന്ന് എടുക്കാൻ പറ്റിയെന്നാണ് അവർ പറയുന്നത്. വളരെ സന്തോഷം. നല്ല ട്രേഡ്സ് എടുത്തു എല്ലാവരും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. പിന്നെ ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് നമുക്ക് അറിയാമായിരുന്നു ഇനിയും കുറച്ചും കൂടെ ഒരു ബൈയിങ് പ്രഷർ വരാൻ ചാൻസ് കൂടുതലാണെന്ന്. പക്ഷേ ഈ ഒരു ഡിപ്പ് തന്നപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും എൻട്രി എടുക്കുമായിരുന്നു. ഇത് ഫസ്റ്റ് ടാർഗറ്റ് ആയിരുന്നു. വീണ്ടും ഒരു ഡിപ്പ് തന്നു മാർക്കറ്റ്. അവിടെ വന്നതിന് ഈഗിൾ എൻട്രി മെത്തേഡിൽ വരുന്ന എൻട്രീസാണ്. അതിനുശേഷം വീണ്ടും നമ്മുടെ ആ ഒരു ബൈയിങ് പ്രസിൽ വന്നപ്പോൾ വീണ്ടും ചെറിയൊരു എൻട്രി എടുത്തു. അതും ഈഗിൾ എൻട്രി മെത്തേഡാണ്. പിന്നെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമുള്ള ഒരു ബൈയിങ് പ്രഷർ ക്യാച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ എൻട്രി. ഇനി നിഫ്റ്റിയിലും നമുക്ക് എൻട്രീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഒരു മെയിൻ എൻട്രി മെത്തേഡിൽ വന്ന എൻട്രിയാണ്. ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഡൗൺ സൈഡ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിൽ. അതുപോലെ തന്നെ മാർക്കറ്റ് ഇന്നത്തെ ലോ സ്വീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബൈയിങ് പ്രഷറിലാണ് നമ്മൾ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 2 എൻട്രീസും ഇവിടുത്തെ ലക്ഷ്യമുള്ള ഈഗിൾ എൻട്രി മെത്തേഡാണ്. ഈ ഒരു ഓബിൽ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു അപ്സൈഡ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ അവിടെ ഒരു ട്രെൻഡ് ലൈനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു അപ്സൈഡ് എൻട്രി നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയ എൻട്രീസാണ്. 1:2, ഇതും 1:2 പോയിൻറ്റ് സംതിങ്, ഇത് 1:3. ഇത് കുറച്ച് ടാർഗറ്റ് തന്നത് നല്ല നമ്മുടെ മെയിൻ എൻട്രി മെത്തേഡിൽ വരുന്നതാണ്. 1:8 ടാർഗറ്റ് കിട്ടി. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസം തന്നെയായിരുന്നു. കാര്യം ഒരുപാട് എൻട്രീസ് കിട്ടി. ആഫ്റ്റർനൂണും എൻട്രീസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അത് ക്യാച്ച് ചെയ്തില്ല. കാര്യം നമുക്ക് ഓൾറെഡി തന്നു, മാർക്കറ്റ് നല്ല എൻട്രീസ് തന്നു. അപ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ കുറച്ച് ബിസിയും കൂടെ ആയിരുന്നു. അപ്പോൾ ഇനി നാളത്തെ ഇമ്പോർട്ടൻറ്റ് സോൺ മാർക്ക് ചെയ്യാം. നിഫ്റ്റിയുടെ കേസിൽ ഒരു സെല്ലിംഗ് സോൺ ഉണ്ട്, ഞാനത് പറയാം. 22,017ഉം അതുപോലെ 21,940ഉം അത്യാവശ്യം വലിയൊരു ഏരിയ ആണ്. ഞാൻ അതിനകത്തുള്ള 2 ചെറിയ സോൺസ് പറയാം. 21,994ഉം അതുപോലെ 21,983ഉം. മറ്റൊന്ന് 21,964ഉം അതുപോലെ 21,938ഉം. ഇതൊരു സെല്ലിംഗ് സോൺ ആണ്, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഇന്നൊരു സോൺ പറയാനായിട്ടില്ല. മുന്നേ ഉണ്ടാക്കിയ ഒരു സോൺ അതിപ്പോഴും വാലിഡാണ്. ടച്ച് ചെയ്യാത്ത സോൺ ഉണ്ടെങ്കിൽ അത് വാലിഡാണ്. അപ്പോൾ നിങ്ങളത് കൺസിഡർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി 1 ഡേ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഒരു ബൈയിങ് പ്രഷർ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തു. ഇന്ന് ഒരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു മാർക്കറ്റിൽ. ഇനി നാളത്തെ മാർക്കറ്റ് കൂടെ നോക്കിയിട്ട് നമുക്ക് പറയാം എങ്ങോട്ടാണെന്നുള്ളത്. നാളെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവുന്നുണ്ട് എങ്കിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വരാം. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണിക്കാനാണ് ചാൻസ്. ഈ ഒരു ഏരിയ വരെ എന്തായാലും പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നിഫ്റ്റിയുടെ കേസും കൂടെ ഒന്ന് നോക്കാം. ഒരു 1 ഡേ ടൈം ഫ്രെയിമിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിഫ്റ്റിയുടെ കേസിൽ മാർക്കറ്റ് ഓൾറെഡി ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മുന്നേ ഉണ്ടാക്കിയ ആ ഒരു ഓൾ ടൈം ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് നിൽക്കുവാണ്. ഇന്നൊരു സെല്ലിംഗ് പ്രഷർ നന്നായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു നിഫ്റ്റിയിൽ.
നിഫ്റ്റി അറൗണ്ട് ഒരു 270 പോയിന്റ് ഇന്ന് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്യൂച്ചറിൽ. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഒരു 480 മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി നല്ല മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ഈ ഒരു കണ്ടിന്യൂ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ വരെ എന്തായാലും വരാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇവിടെ ഗ്യാപ്പും ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇവിടെ ഉണ്ടാക്കിയ ഗ്യാപ്പ് ഓൾറെഡി നിഫ്റ്റി ഫില്ല് ചെയ്തു. അപ്പോൾ താഴെ നല്ല ഗ്യാപ്പ് ഉണ്ട്, അത് ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ഏരിയ വന്നിട്ട് വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കാനും ചാൻസ് ഉണ്ട്. അത് ബാങ്ക് നിഫ്റ്റിയും കൂടെ ഒരുമിച്ചല്ല ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത്, ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. രണ്ടും ഒരേ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ തരാമായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ മാർക്കറ്റ്. അപ്പോൾ നാളത്തെ മാർക്കറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക്